ഇന്നത്തെ നായകനാരെന്ന് അഞ്ഞുകചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെയും ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം നമസ്കാരം. എന്താണ് സ്നേഹം? ഒരുതരം വീർപ്പുമുട്ടലാണ് സ്നേഹം. ആ മുട്ടൽ പൊതുനിരത്തിൽ തുറന്നുകാട്ടലാണ് സ്നേഹം. കേട്ടിട്ടില്ലേ, മുട്ടുവിൻ തുറക്കപ്പെടും. അതുമാത്രമാണോ സ്നേഹം? സ്നേഹം പൊതുപ്രദർശനം മാത്രമല്ല, സ്വകാര്യ പ്രകടനം കൂടിയാണ്. കോഴിക്കോട്ടെ ഹോട്ടലിൽ പ്രണയിതാക്കൾ രഹസ്യമായി ചുംബിച്ചത് പരസ്യമാക്കിയത് ആദ്യ തെറ്റ്. പിന്നാലെ ഹോട്ടലിൽ കയറി അവിടുത്തെ മേശകളെയും കസേരകളെയും കണ്ണാടിക്കൂടുകളെയും വടികൊണ്ടും തടികൊണ്ടും ചുംബിച്ചത് അടുത്ത തെറ്റ്. രഹസ്യ ചുംബനം പരസ്യപ്പെടുത്തിയതിന് പരസ്യമായി ചുംബിക്കാൻ ഒരുമിച്ച് കൂടിയതും തെറ്റ്. തെറ്റ് ചെയ്യുന്നവരെ ആക്രമിക്കാൻ കൊടി പിടിച്ചിറങ്ങാം, പക്ഷേ വടി പിടിച്ചിറങ്ങിയത് അതിലും വലിയ തെറ്റ്. ഇങ്ങനെ ചുംബനം എന്ന് ആവർത്തിച്ച് ചെയ്തവനെയും ചെയ്യിച്ചവനെയും പുകഴ്ത്തുന്നത് അവസാന തെറ്റ്. തെറ്റുകാരുടെ മഹാസമ്മേളനത്തിൽ ലാത്തി ചുംബനം നടത്തിയ പോലീസ് മാത്രമാണ് ശരി. എന്തൊരാളായിരുന്നു മറൈൻ ഡ്രൈവിൽ. കൊട്ടാരക്കര പിള്ളയുടെ സമ്മേളനങ്ങൾക്ക് ആളെ കൂട്ടാൻ ഇത്തരം മാതൃകകൾ സ്വീകരിക്കാവുന്നതാണ്. ബസ്സിൽ കയറ്റി മറ്റാരും കാണാതെ ചുംബിക്കുകയും പിന്നീടത് ലോകം മുഴുവൻ അറിയുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ തുടക്കത്തിലെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് എല്ലാവരെയും അറിയിക്കുന്നത്? രഹസ്യവും പരസ്യവും ഹാസ്യമാണെന്ന് കരുതുന്നവർക്ക് സ്വാഗതം സുൽത്താൻ ഗോൾഡ് നാടകമേ ഉലകത്തിലേക്ക്. കോഴക്കേസും കോഴി വേസ്റ്റുമാണ് ഇന്നത്തെ പ്രധാന സംഭവങ്ങൾ. ആദ്യം അജണ്ട. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. വിജയേട്ടാ, വിജയേട്ടാ, CBIയുടെ ഒരു അന്വേഷണമാണ് ആവശ്യം. ഈ രാജ്യത്ത് ഏറ്റവും പേരുദോഷം സമ്പാദിച്ച ഒരു ഏജൻസിയാണ് CBI. വിജയേട്ടൻ ഒരു പാവ. വിജയേട്ടനെ വഷളാക്കുന്നത് സത്യത്തിൽ വിജയേട്ടന്റെ സുഹൃത്തുക്കളാ. ബിജു രമേശ് ഞാനുമായിട്ട് മന്ത്രി ആയതിനു ശേഷം കണ്ടിട്ടേ ഇല്ലെന്ന് മാത്രമല്ല, ബിജു രമേശിന് എന്നോട് പരിഭവമുണ്ട്. മന്ത്രി ആയതിനു ശേഷം കണ്ടിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു ഫേവറും ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞത്. എന്താണ് ബാബേട്ട ഇങ്ങനെ പറയുന്നത്? എണ്ണി എണ്ണി കുറയുന്നത് ആയുസ്സും, മണ്ടി മണ്ടി കരയേറുന്നു മോഹവും. ബിരിയാണി വേണോ? മട്ടൺ, ചിക്കൻ. മണിമന്ത്രി മാണിയെ ആണിയടിച്ച് കെണിയിലാക്കാമെന്ന് ആണയിട്ടവർക്കാണ് പണി കിട്ടിയത്. അവർ ബാർ ഉടമകളല്ല, സർക്കാരിന് മാസപ്പടി നൽകുന്ന ബാർ അടിമകളാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല. വലതുപക്ഷത്തെ കലക്കിയും കുലുക്കിയും ഇടത്ത് കലക്കൻ പരിപാടി നടത്താമെന്ന് കണക്ക് കൂട്ടിയവർക്കും തെറ്റി. പണ്ടേ CBIയോട് അലർജിയുള്ളവരാണ് കണ്ണൂരിലെ ജയവിജയന്മാർ. ഇത്തവണ വിജയൻ അത് പറഞ്ഞു എന്നേയുള്ളൂ. അച്ചുമാൻ പറയുന്നതൊക്കെ തിരുത്തി പറയലാണ് പാർട്ടി സെക്രട്ടറിയുടെ കടമയെന്ന് ആവർത്തിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തലിൽ സർക്കാരിനേക്കാൾ വെട്ടിലായത് CPM ആണ്. CBI വരട്ടെ എന്ന അച്ചുമാനും CBI വരേണ്ടെന്ന് വിജയേട്ടനും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ശരിക്കു വേണ്ടത് ഈ പാർട്ടിക്ക് ഇതെന്തു പറ്റി എന്ന അന്വേഷണമാണ്. ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്തവർക്കും അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കുമായി ഇടതുവശം ചേർന്ന് ഒരു അന്വേഷണം. വേണ്ടത് ഏതന്വേഷണം? മദ്യവ്യാപാരി പറയുന്നു, ധനകാര്യമന്ത്രിക്ക് 1 കോടി രൂപ നൽകിയിരിക്കുന്നു. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? കോഴപ്പണമാകെ 1 കോടിയാക്കിയിട്ട് ചുരുക്കാൻ പറ്റുമോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്.
കോഴപ്പണമാകെ എത്ര? അച്യുതാനന്ദൻ പറയുന്നു CBIയുടെ ഒരു അന്വേഷണമാണ് ആവശ്യം. പിണറായി വിജയൻ പറയുന്നു ഈ രാജ്യത്ത് ഏറ്റവും പേരുദോഷം സമ്പാദിച്ച ഒരു ഏജൻസിയാണ് CBI. ഓരോരുത്തരും ഓരോന്നാ പറയുന്നത്. ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ആദ്യം ഇടതുമുന്നണി പറയട്ടെ എന്ത് അന്വേഷണമാണ് വേണ്ടതെന്ന്. വിജയേട്ടാ വിജയേട്ടാ CBIയുടെ ഒരു അന്വേഷണമാണ് ആവശ്യം. ഈ രാജ്യത്ത് ഏറ്റവും പേരുദോഷം സമ്പാദിച്ച ഒരു ഏജൻസിയാണ് CBI. ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. CBI അല്ലേ ഉത്തമം. വിജയേട്ട ഒരു പാവ. വിജയേട്ടനെ വഷളാക്കുന്നത് സത്യത്തിൽ വിജയേട്ടന്റെ സുഹൃത്തുക്കളാ. നമ്മുടെ ചില സുഹൃത്തുക്കൾക്ക് ഏത് കാര്യം വന്നാലും ഞങ്ങളെ മേക്കിട്ട് രണ്ട് കൊട്ടണം എന്ന് താല്പര്യമുള്ളവരും. CBIയുടെ ഒരു അന്വേഷണമാണ് ആവശ്യം. CBI അന്വേഷിക്കുന്നതിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. CBI അല്ലേ ഉത്തമം. CPM-നകത്ത് രണ്ട് അഭിപ്രായമേ ഉണ്ടായില്ല. CBI സംവിധാനം അന്വേഷണം നടത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. CBIയെ കുറിച്ചാണ് സുപ്രീം കോടതി തന്നെ കൂട്ടിലടച്ച തത്തയാണെന്ന് പറഞ്ഞു. CBI അല്ലേ ഉത്തമം. CPIM-നകത്ത് എന്തോ ഭയങ്കരമായ കുഴപ്പമാണ് എന്ന് വരുത്താൻ ഒരു ശ്രമം നടന്നല്ലോ. CPIM-നകത്ത് ഒരു പ്രശ്നമില്ല. സഹായിക്കണമെന്നുണ്ടെങ്കിൽ CBI എന്തിനെ ഏൽപ്പിക്കണമെന്ന് ചോദിക്കാം. CBI അന്വേഷിക്കുന്നതിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. CBI അന്വേഷണമാണ് ആവശ്യം. ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. CBI അല്ലേ ഉത്തമം. വിജയേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സമയം മോശം. ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ഇത് ജുഡീഷ്യൽ അന്വേഷണത്തോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ജുഡീഷ്യൽ അന്വേഷണത്തിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം ഒരു ഘട്ടത്തിലും പ്രായോഗികമാകാറില്ല. മോന്തായം വളഞ്ഞാൽ 64 വളയുമെന്നൊരു ചൊല്ലുണ്ട്. നിന്റെ ഇളിഞ്ഞ ഈ ചിരിയുണ്ടല്ലോ. എങ്ങനെ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം? ഒരു പ്രത്യേക അന്വേഷക സംഘത്തെ രൂപീകരിക്കണം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. മിസ്റ്റർ വിജയന്റെ ഐഡിയാസ് മഹാവിഡ്ഢിത്തരങ്ങളായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഇപ്പോഴും നമ്മൾ തമ്മിലൊരു തർക്കത്തിനും പൊതു തർക്കത്തിനും ഞാനില്ല. ജുഡീഷ്യൽ അന്വേഷണം ഒരു ഘട്ടത്തിലും പ്രായോഗികമാകാറില്ല. ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. മുന്നണിക്കകത്ത് അങ്ങനെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഞങ്ങൾ CPM ഒരു പാർട്ടി, CPI വേറൊരു പാർട്ടി. എന്നിട്ടെന്ത് പറഞ്ഞു? വിജിലൻസ്. എന്താ വിജിലൻസ്? വിജിലൻസ് എന്ന് പറയുന്നത് എന്താ? ഉമ്മൻചാണ്ടി നോ കമന്റ്സ്. ഇതെന്ത് നാട്? വെള്ളരിക്ക പട്ടണമാണോ? നോ കമന്റ്സ്. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. എണ്ണി എണ്ണി കുറയുന്നത് ആയുസ്സും, മണ്ടി മണ്ടി കരയേറുന്നു മോഹവും. കോംപ്ലിമെന്റ് 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 എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. എന്ത് എല്ലാം ഒത്തുതീർപ്പാക്കിയെന്ന്. മഴക്കാറ് നീങ്ങി, മാനം തെളിഞ്ഞു. പക്ഷേ വിജയേട്ടന്റെ സ്ഥിരം മഴക്കാറ് കൂടുതൽ ഘനീഭവിച്ച് അന്തരീക്ഷത്തിൽ തന്നെ ഉരുണ്ടുകൂടി നിൽപ്പുണ്ട്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. നാടകമേ ഉലകം, നാടകമേ ഉലകം. ബീഡി വലിക്കില്ല, വെള്ളമടിക്കില്ല, എന്തിന് ചായ പോലും കുടിക്കില്ല. പക്ഷേ കോഴ വാങ്ങുമോ എന്നൊരു സംശയം. അങ്ങനെയെങ്കിൽ ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യമാണ്. മന്ത്രി ബിയർബുവിനോടാണ് ഈ ആഴ്ചത്തെ കുസൃതി ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻ അവർ. മിസ്റ്റർ ബിജു രമേശിനെ അറിയുമോ? എനിക്ക് ബിജു രമേശിനെ എനിക്ക് നല്ല പരിചയമുണ്ട്. പക്ഷെ ബിജു രമേശ് ഞാനുമായിട്ട് മന്ത്രി ആയതിനു ശേഷം കണ്ടിട്ടേ ഇല്ലെന്ന് മാത്രമല്ല, ബിജു രമേശിന് എന്നോട് പരിഭവമുണ്ട്. മന്ത്രി ആയതിനു ശേഷം കണ്ടിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു ഫേവറും ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞത്. പക്ഷെ ബിജു രമേശ് ഞാനുമായിട്ട് മന്ത്രി ആയതിനു ശേഷം കണ്ടിട്ടേ ഇല്ലെന്ന് മാത്രമല്ല, ബിജു രമേശിന് എന്നോട് പരിഭവമുണ്ട്. മന്ത്രി ആയതിനു ശേഷം കണ്ടിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു ഫേവറും ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞത്. എന്താണ് ബാബേട്ട ഇങ്ങനെ പറയുന്നത്? അല്ല, തികഞ്ഞ സസ്യഭുക്കായതുകൊണ്ട് കോഴി വാങ്ങിക്കില്ല എന്നറിയാം. പക്ഷേ കോഴ വാങ്ങിക്കോ? ആരെങ്കിലും തന്നിട്ടുണ്ടോ? ഞാൻ വാങ്ങിയിട്ട് എനിക്ക് അങ്ങനെ തന്നിട്ടില്ല. അങ്ങനെ മിനിസ്റ്റർ കള്ളു കുടിക്കാറുണ്ടോ? അപ്പോ ടച്ചിങ്സും കൂട്ടാറില്ലെന്നാണോ? കൂട്ടില്ലെന്നല്ല ഞാൻ പറയാം. കൂട്ടാനെന്നുള്ള ആ സമയത്ത് അതിനുള്ള പ്രസക്തി ഉണ്ടായിരുന്നില്ല. ടച്ചിങ്സ് ആയി ഉപ്പ് ഉപയോഗിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉപ്പ് നിന്നവര് വെള്ളം കുടിച്ചോട്ടെ. ഞാൻ പറയുന്നത് ഉപ്പ് നിന്നവര് വെള്ളം കുടിക്കട്ടെ. ചീട്ട് കളിക്കാറുണ്ടോ? ചീട്ട് കളിക്കാറില്ല.
ബാറുകളെല്ലാം പൂട്ടിയ നേരത്ത് ബാക്കി വന്ന കുപ്പികൾ ആർക്കൊക്കെയോ കൊടുത്തെന്നോ ആരൊക്കെയോ വാങ്ങിയെന്നോ പറയുന്നത് കേട്ടു. ശരിയാണോ? അവരാർക്ക് കൊടുത്തു, എവിടെ വെച്ച് കൊടുത്തു, എപ്പോ കൊടുത്തു, എന്ത് കൊടുത്തു എന്ന് പറയട്ടെ. ഇന്ന് ഇത്രയും മതി. അപ്പോ പിന്നെ കാണാം. പാർട്ടിയിലെ മാലിന്യങ്ങളെ കണ്ട മട്ടില്ല. പക്ഷേ പാർട്ടി കഴിഞ്ഞ് നിരത്തിൽ തള്ളുന്ന മാലിന്യങ്ങളെ ഒഴിപ്പിക്കാൻ കച്ചകെട്ടി നടപ്പാണ് സഖാക്കൾ. നല്ല കാര്യം. പിണങ്ങാറായി നടക്കുന്നവരോടും ഇടങ്ങേറായി നടക്കുന്നവരോടും അടങ്ങാറായി എന്ന് വിളിച്ചു പറയാൻ പിണറായി സഖാവ് തന്നെ ഇറങ്ങി വന്നു. തൻ്റെ നിലവിലെ അവസ്ഥ ഉറക്കെ പറഞ്ഞ ശേഷമാണ് പിണറായി ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഇറങ്ങി പുറപ്പെട്ടത്. എണ്ണി എണ്ണി കുറയുന്നത് ആയുസ്സും, മണ്ടി മണ്ടി കരയേറുന്നു മോഹവും. ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല, ഇനി കണ്ട തടിക്കു വിനാശവും, ഇന്ന നേരമെന്നേതോ മറിഞ്ഞില്ല. എണ്ണി എണ്ണി കുറയുന്നത് ആയുസ്സും, മണ്ടി മണ്ടി കരയേറുന്നു മോഹവും. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും എണ്ണി എണ്ണി കുറയുന്നത് ആയുസ്സും, മണ്ടി മണ്ടി കരയേറുന്നു മോഹവും. അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. നാടകമേ ഉലകം, നാടകമേ ഉലകം. സോളാർ പ്രതിഷേധത്തിനിടെ ഉമ്മച്ചന് നേരെ വഴിനീള കറുത്ത തുണി കാണിച്ച് അടിവാങ്ങിക്കൂട്ടിയ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം മറക്കാനൊരുങ്ങുകയാണ് ഇടുക്കിയിലെ ഉടക്കു വനിത ബിജിമോൾ. കരിന്തുണി പ്രതിഷേധം ഏതു രീതിയിൽ വേണം? സഹനസമരത്തിൽ കരിന്തുണി എങ്ങനെ ഉപയോഗിക്കണം? ബിജിമോളുടെ ഡെമോൺസ്ട്രേഷനിൽ എല്ലാത്തിനും ഉത്തരമുണ്ട്. പീരുമേട് താലൂക്കിനെ പൂർണ്ണമായി ഈ പട്ടയ നടപടികളിൽ നിന്ന് ഒഴിവാക്കി വേർതിരിച്ച് നടത്തിയ നടപടിയോടാണ് ഞങ്ങൾക്ക് പ്രതിഷേധം. അതിലുള്ള പ്രതിഷേധം ശക്തമായിട്ട് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ബിരിയാണി വേണോ? മട്ടൻ, ചിക്കൻ, ബീഫ്. എന്തു ചോദിച്ചാലും മിണ്ടാതിരിക്കുന്ന പുതിയ സമരമുറയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുത്തരം. ചുംബന സമരത്തോടുള്ള പ്രതിഷേധവുമല്ലിത്. ചുംബനക്കാർ വന്നാലോ എന്ന പേടിയാണോ എന്നാണ് നാടകമേ ഉലകത്തിന്റെ ബലമായ സംശയം. ചർച്ചാവേദി രാമേന്ദ്രനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചാനൽ മൈക്ക് കണ്ടാൽ ചർച്ചയെക്കുറിച്ച് ചർച്ചിച്ചു പോകുന്ന രാമേന്ദ്രനാണ് ഇദ്ദേഹം. ഡൽഹിയിലിരുന്ന് പാർട്ടിയെ നന്നാക്കാൻ ചർച്ച നടത്തലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന പണി. വാക്കിലും നോക്കിലും ചർച്ചയോട് ചർച്ച. ഒരു തവണ ചാനൽ മൈക്ക് കണ്ടാൽ എത്ര തവണ ചർച്ച എന്ന് പറയും? നോക്കാം. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നലെയും ഇന്നുമായി ചർച്ചയിൽ പങ്കെടുത്തു. ഇനിയും ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ചർച്ച നാളെയും തുടരും. എല്ലാ വിഷയവും ചർച്ച ചെയ്യുന്നു. 4 വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പാർട്ടി എന്തു വേണം എന്നുള്ള വിഷയം ചർച്ച ചെയ്യും. ഏറ്റവും പ്രധാനമായി ചർച്ച നടത്തുന്നത് രാഷ്ട്രീയ നയസമീപനങ്ങൾ സംബന്ധിച്ചുള്ള അവലോകന രേഖയാണ്. അതിൻ്റെ ചർച്ച 5 ദിവസം നീണ്ടുനിന്ന 2 ഘട്ടങ്ങളായി നടന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നടന്നു. ഈ രേഖ വീണ്ടും എല്ലാ ഘടകങ്ങളുടെയും ചർച്ചകൾക്കായി ഞങ്ങൾ അയച്ചു കൊടുക്കും. ആ റിപ്പോർട്ടും ഈ രേഖയുമാണ് പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത്. ഇവയെല്ലാം പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. ഇദ്ദേഹം ഇതാദ്യമായല്ല, മുൻപും
ചർച്ചയിൽ ഛർദ്ദിച്ച് റെക്കോർഡിട്ടിട്ടുണ്ട്. 5 മിനിറ്റിനുള്ളിൽ 28 തവണ ചർച്ച. ഞങ്ങൾ ആ വിഷയമൊന്നും ചർച്ച ചെയ്തിട്ടില്ലേ? ഞങ്ങൾ ഈ സാധാരണ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന കാര്യങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യാറില്ല. ഞങ്ങളെ കാര്യത്തിനെ പറ്റി ചർച്ച നടത്തിയിട്ടില്ല. ചർച്ച നടത്താത്ത ഒരു കാര്യത്തിനെ പറ്റി എനിക്ക് മാത്രമായ ഒരു അഭിപ്രായം പറയാനാവാത്തതാണ്. അല്ല, ഞങ്ങൾ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ല, ഞങ്ങൾ ചർച്ച ചെയ്യണ്ടേ? ചർച്ച ചെയ്യാതെ എനിക്കെങ്ങനെയാ പറയാൻ കഴിയുക? ഇത് ചർച്ച തന്നെ ചെയ്യണോ എന്നുള്ളതും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് കൂടാതെ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാനാവില്ല. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ ആ വിഷയം. ചർച്ച ചെയ്യാതെ എങ്ങനെയാ പറയാനാവുക? അല്ല, ഞങ്ങൾ ഈ വിഷയമൊന്നും ചർച്ച ചെയ്തിട്ടില്ലേ? ഞങ്ങളെല്ലാം ഡൽഹിയിലെത്താതെ ചർച്ച ചെയ്യാതെ ഞങ്ങൾക്ക് പറയാനാവുമോ? ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റികൾ ചർച്ച ചെയ്യും. എന്തെല്ലാം വെളിയിൽ പറയണം എന്നതിനെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. അത് മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ. ഞങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്യും. ചർച്ച ചെയ്തിട്ട് കൂട്ടായി തീരുമാനിക്കും. ഏത് പുറത്ത് പറയണമെന്ന് തീരുമാനിക്കും. അത് മാത്രമേ പുറത്ത് പറയാറുള്ളൂ. അല്ലാതെ നിങ്ങളുടെ അഭിപ്രായം, ഞാൻ ആ അഭിപ്രായത്തിലേക്ക് കിടക്കുന്നില്ല. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അത് ഞങ്ങൾ ഒരുമിച്ച് ചേരാതെ ഞാൻ പറയാനാവുമോ? ചർച്ച നടക്കുമോ ഇല്ലയോ എന്നുള്ളത്? അല്ല, അത് ചർച്ച ചെയ്യാതെ പറയണ്ടേ? അല്ലേ പറയാനാവുള്ളൂ. അല്ല, ചർച്ച ചെയ്യണോ വേണ്ടയോ എന്നുള്ളതടക്കം ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു കഴിയുമ്പോൾ പറയും. അതിനെക്കുറിച്ച് ഞങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്യട്ടെ, പറയാം. അല്ലാതെ നിങ്ങളുടെ ഒരു ചോദ്യമല്ലേ, നിങ്ങളുടെ ഒരു അഭിപ്രായമല്ലേ? ഞങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കുമ്പോൾ അതിനെപ്പറ്റി പറയാം. സരിത സാരി ഊരി വെച്ചിട്ടും സോളാർ ഊരുവിട്ട് പോകുന്നില്ല. ബാർക്കോഴ പുതപ്പിക്കാനാണോ എന്നറിയില്ല, സോളാർ വീണ്ടും കത്തി. അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഫീസ് വാങ്ങിയവരുമൊക്കെയുണ്ട്. മുഖ്യമന്ത്രിക്ക് ഉളുപ്പില്ലെന്നും രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും ആവശ്യപ്പെട്ട് പിണറായി വീണ്ടും ഉമ്മൻചാണ്ടിയെ സംരക്ഷിക്കാനെത്തി. പാരവെപ്പ് ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്നാണ് അച്ചുമ്മാന്റെ ആക്ഷേപം. CBI വേണ്ടെന്ന് പാരവെക്കുന്നവരെ ഉദ്ദേശിച്ചാണോ ഈ പാര എന്ന സംശയത്തോടെ ഇന്ന് വിട വാങ്ങുന്നു. ഇനി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാണേ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും. പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം. നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ ഭീങ്കര അങ്ങനെ തമ്മിൽ കുത്തും. നാടകമേ ഉലകം. മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം, നാക്കിന് താക്കം, നോക്കിനു തക്കം. ദിക്കാകെ തെറ്റി ഛായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും. തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടെ താക്കും ചട്ടം. നാടകമേ ഉലകം.